അപ്പോൾ ഒരു 3-4 ദിവസം മുന്നേ നടന്ന സംഭവമാണ്. എനിക്കൊരു അബദ്ധം പറ്റുകയും കൊട്ടാൻ വിളിച്ചിരുന്നു ആശാൻ എന്നെ. വാസുദേവൻ ആശാൻ, കൊണ്ടിയൂർ വാസുദേവ ആശാനാണ് എൻ്റെ ആശാൻ. ഞാൻ അടുത്ത കൊട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാടൊന്നും ആയിട്ടില്ല, നല്ല കൊട്ടുകാരൊന്നുമല്ല. കൊട്ടാൻ വിളിച്ചത് വലന്തല കൊട്ടാനാണ്, ഒരു അരികിൽ നിന്നിട്ട്. അപ്പോൾ ആശാൻ പറഞ്ഞു വിനോദേ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു ചെന്നു. അപ്പോൾ 1 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ്, അമ്പലത്തിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് കൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. തകർത്ത് കൊട്ട് തന്നെ, മെയിൻ കൂട്ടുകാരൊക്കെ തകർത്ത് കൊട്ട് തന്നെ. ഞാൻ പിന്നെ വലന്തലയാണല്ലോ. ഇന്ന് കൊട്ടി ഒരു 10 അരമണിക്കൂർ നേരം, 25-20 മിനിറ്റ് അരമണിക്കൂർ നേരം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കൊട്ടി തകർത്തിട്ട് ഇങ്ങനെ ക്ഷീണിച്ച് ഇങ്ങനെ ചെണ്ടന ഇറക്കണ സമയത്ത് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു കുറച്ച് ചുരുട്ടി നോട്ടെ, ഒരു 3 എണ്ണം ഉണ്ട്, എൻ്റെ കയ്യിൽ തന്നു. എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു, ഇതെന്തപ്പോൾ ഇത് കൊട്ടിനുള്ള അഭിനന്ദനാണെന്ന് വെച്ചാൽ നല്ല ഗംഭീരന്മാർ മുന്നിലേക്ക് ഉണ്ട്, ഇത് ഈ ചെണ്ട എടുത്ത് ഇങ്ങനെ വലന്തല കൊടുക്കുന്നതിന് എനിക്ക് ഇത് തരുമെന്ന് വിചാരിച്ചു. അപ്പം പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റുന്നില്ല, കാരണം തോളത്ത് ചെണ്ടയല്ലേ. അപ്പം എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചോളൂ പറഞ്ഞു. അപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് അതിനുള്ള ഈ ചെണ്ട കുട്ടിയേനെ എനിക്ക് കിട്ടാനുള്ള യോഗ്യത ഇല്ല. അപ്പം എന്തേന്ന് ചോദിച്ചു. പറഞ്ഞു ഇത് ഇവിടുന്ന് കിട്ടിയതാ, വെച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ തിരിയുമ്പോഴേക്ക് അദ്ദേഹം പോയി. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ, പാൻറ്റും ഷർട്ടാണ് വേഷം. അപ്പം ഇത് വേണ്ടാന്ന് പറയാൻ എനിക്ക് പറ്റില്ല, കാരണം ഇത് തോളത്ത് ചെണ്ടയാണ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ പറ്റില്ല. കാരണം അപ്പോഴേക്കും ഇവിടെ ആശ അന്വേഷിക്കും, അതായത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പം പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല, ഇത് നേരെ ഇതിൽ തിരികെ ഈ മുണ്ടിൻ്റെ ഇതിൽ തിരികെ ഷർട്ട് ഇട്ടില്ലല്ലോ. അമ്പലത്തിൽ പോയി പ്രദക്ഷിണം ചെയ്തു വന്നു. ചുറ്റമ്പലം പ്രദക്ഷിണം ചെയ്തിട്ട് എല്ലാവരും ഇവിടെ നിന്ന് കൊട്ടി, ഫ്രണ്ടിൽ നിന്ന് കൊട്ടി. അവിടെ ഒരു 10-20 മിനിറ്റ് നല്ല തകർത്ത് കൊട്ടി. അപ്പോൾ ഈ കൊട്ടിയതിന് ശേഷം ചെണ്ട ഊരി വയ്ക്കാൻ വേണ്ടിയിട്ട് ധൃതിയായി, കാരണം ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ദൂരുന്നതിൻ്റെ ഇടയിൽ മെല്ലെ പോയിട്ട് ഇതൊന്ന് എടുത്തിട്ട് 200 എഴുതി കണ്ടു, ഒന്ന് എടുത്തിട്ട് ഈ വെണ്ണാരത്തിലിടണം. വെണ്ണാരത്തിലിട്ടു. എന്നിട്ട് ഞാൻ വിചാരിച്ചു പാവം ഇത് ആരെ നഷ്ടപ്പെട്ടെന്ന് അറിയില്ല, ഭയങ്കര വിഷമമുണ്ടാവും, അവർക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു, മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് ഉടനടി കൂടെ ഉള്ളവരൊക്കെ ഇറങ്ങി അവിടുന്ന്. അപ്പോൾ വേഗം കൂടെ പോകുന്നു. ഒരു വീട്ടിലുണ്ടായിരുന്നു, അവിടുന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം ഇത് നേരെ എടുത്തിട്ട് ഇവിടെ പോക്കറ്റിലിട്ടു. കൊട്ടാൻ പോയോണ്ട് ട്രൗസർ പോക്കറ്റിലിട്ടു, അവിടെ നോക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ആർക്ക് കൊടുക്കും എന്നായി ചിന്ത. കാരണം 400 കൊണ്ട് 3 നോട്ടാന്നൊക്കെ മനസ്സിലായി, കാരണം തരുന്ന സമയത്ത് അങ്ങനെ പിടിച്ചപ്പോൾ 3 എണ്ണം ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് നോക്കിയിരുന്നു. പക്ഷേ നോട്ടിനെ ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷേ 3 എണ്ണം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, അതിൽ ഒന്ന് അവിടെ വെച്ചത്. അപ്പോൾ ഇത് ആർക്ക് കൊടുക്കും, കാരണം കണ്ട പോലെ രൂപയാണെങ്കിലും ആർക്കും കൊടുക്കാൻ പറ്റില്ല. എനിക്കൊരു അനുഭവം ഉണ്ട്. ഞാൻ ചെറുതുരുത്തിയ ആരോഗ്യ കേന്ദ്രത്തിൽ പോകുന്ന സമയത്ത് ഒരു ദിവസം ഒരു 100 റോഡിൽ കിടക്കും. അപ്പോൾ രൂപ കണ്ടു കഴിഞ്ഞാൽ എടുക്കാം, റോഡിലല്ലേ, ഒരു വീട്ടിലോ ഒരു സ്ഥാപനത്തിലോ അല്ല. അങ്ങനെയാണെങ്കിൽ എടുത്ത് അവിടെ ഏൽപ്പിക്കാം. റോഡിലാകുമ്പോൾ നമുക്ക് വലിയ തുക പേഴ്സൊക്കെ അണച്ചാൽ പോലീസ് സ്റ്റേഷനിലൊക്കെ അങ്ങനെ ഏൽപ്പിക്കാം. ഈ 100 രൂപ കിടക്കുമ്പോൾ അത് ഏൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നോക്കുന്ന സമയത്ത് ഒരു അമ്മ, പാവപ്പെട്ടവരെന്ന് തോന്നിക്കുന്ന ഒരു അമ്മയും കുട്ടിയും വരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ കയ്യിൽ വണ്ടി നിർത്തി ഈ രൂപ കൊടുക്കുന്നത്. അപ്പോൾ അവർക്കത് സമ്മതമില്ലാത്ത രീതിയിലാണ് അവർ നോക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൈസയല്ല, എനിക്ക് ഇവിടുന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പൂർണ്ണ സമ്മതമില്ലാതെ അത് വാങ്ങി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ രൂപയാണെങ്കിൽ പോലും ചിലപ്പോൾ കൊടുക്കാൻ നോക്കിയ വേദിയിൽ പോണ പാമ്പിനെടുത്ത് നേരിട്ട് പോലെയാവും. അപ്പോൾ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അത് പോകില്ല. ഇവിടെ കൊട്ടാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കുട്ടികളുണ്ട്, അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാം, എനിക്ക് എന്തായാലും വേണ്ട എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു 600 രൂപ കിട്ടി. അപ്പോൾ അതിൽ ഞാനൊരു 200 രൂപ അമ്പലത്തിലേക്ക്. ആരെ പോയിന്ന് അറിയില്ലല്ലോ, മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടാവും. ഈ കൂലിപ്പണിക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും. 600 രൂപ വലിയ തുകയാണ്. പൈസ ഉള്ളവർക്ക് 600 രൂപ തുകയല്ല, പൈസ ഇല്ലാത്തവർക്ക് 50 രൂപയിലും 10 രൂപയിലും അതൊരു വലിയ തുകയാണ്. അത് നമുക്ക് അനുഭവങ്ങൾ വരുമ്പോഴാണ്. ചിലപ്പോൾ പൈസക്കാർക്കും 600 ചില സന്ദർഭങ്ങളിൽ വലിയ തുകയാവും. നമുക്ക് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വില നിശ്ചയിക്കുക. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, 200 രൂപ അമ്പലത്തിലിട്ടു, ബാക്കി 400 രൂപ ഉണ്ട് പറഞ്ഞിട്ട് അത് ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് പോക്കറ്റിൽ നിന്ന് എടുക്കുകയാണ്. അതുവരെ നോക്കിയിട്ടില്ല സത്യം പറഞ്ഞു. അങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് ഞാൻ അന്തം വിടുന്നത്. ആ രൂപ
കുട്ടികളുടെ കളിക്കുന്ന രൂപയാണ്. അപ്പോഴാണ് കറക്റ്റായിട്ട് നേർത്തുന്നത്. നേർത്തിയപ്പോൾ അതിൻ്റെ വ്യത്യാസം തോന്നി, കനം വ്യത്യാസം, വലിപ്പം വ്യത്യാസം നോക്കുമ്പോൾ അതിൽ എഴുതിയതും നോക്കുമ്പോൾ ഓക്കെ. അപ്പോൾ അബദ്ധം പറ്റി. ആ ഭണ്ണാരത്തിൽ ആണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇനി അത് തുറക്കുന്ന സമയത്ത് അവർ വിചാരിക്കും വല്ല നിരീശ്വരവാദികളോ മറ്റാരെങ്കിലുമാണ് ഇട്ടതെന്ന്. അപ്പോൾ അമ്പലം വേറെ ഒന്നുമല്ല, നമ്മുടെ വിരട്ടാണത്ത് അമ്പലമാണ്. വിരട്ടാണത്ത് അമ്പലത്തിൽ ഫ്രണ്ടിലുള്ള ഭണ്ണാരത്തിലാണ് കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അമ്മയോട് ഞാൻ അപ്പോഴേ മാപ്പ് പറഞ്ഞു, എന്നെ അബദ്ധം പറ്റിയതാണ്. അമ്മയ്ക്ക് പിന്നെ അറിയാം, അമ്മയ്ക്ക് ക്ഷമിച്ചത്, നമ്മൾ വിശ്വാസിയല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ പക്ഷെ എന്താ സന്തോഷം ഉണ്ടായതെന്ന് വെച്ചാൽ ആർക്കും ഈ 600 രൂപ നഷ്ടപ്പെട്ടു എന്നുള്ള വിഷമം ഇല്ലല്ലോ. കാരണം അതാർക്കും നഷ്ടപ്പെട്ടില്ല. അത് ഈ ചീറ്റിംഗ് എന്ന് പറഞ്ഞ പോലുള്ള രൂപയല്ലേ. പിന്നെ എനിക്ക് തന്ന ആള് എന്നെ ചീറ്റ് ചെയ്തതല്ല. അദ്ദേഹവും ഇതുപോലെ എനിക്ക് പറ്റിയ അബദ്ധമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഈ പൂരത്തിൻ്റെ തിരക്കിൽ കിട്ടി. അദ്ദേഹം എന്തായാലും മറ്റുള്ളവരുടെ രൂപ വേണ്ട, എങ്ങനെ കിട്ടിയാലും വേണ്ട എന്നുള്ള ചിന്തിച്ചിട്ടാണ് എനിക്ക് തന്നത്. എൻ്റെയും ചിന്താഗതി അതായതുകൊണ്ടാണ് ഞാൻ 200 അവിടെ ഇട്ടത്. ബാക്കി 400 ഇങ്ങോട്ട് കൊണ്ടുവന്ന് കുട്ടികൾക്കോ ഒക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. അമ്പലത്തിൽ അങ്ങനെ 200 രൂപ കുട്ടികളുടെ കളിക്കുന്നത് വീണിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ചെറിയ ചെറിയ അനുഭവങ്ങൾ, വലിയ വലിയ അനുഭവങ്ങളൊന്നുമല്ല. ഇനി കണ്ണൻ്റെ കുറേ അനുഭവങ്ങളുണ്ട് ഗുരുവായൂർ അടുത്ത് പോയത്, അതൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, ഇഷ്ടമായെങ്കിൽ ലൈക്കൊക്കെ നടിക്കൂ, നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.